വിശദമായ വാർത്തകളിലേക്ക്. സീറ്റ് വിഭജനം UDF-ൽ കീറാമുട്ടിയാകുന്നു. കൊല്ലത്ത് ഘടകകക്ഷികളിൽ RSPക്ക് മാത്രമേ സീറ്റ് നൽകൂ എന്ന് DCC പ്രസിഡന്റ്. 11 മണ്ഡലങ്ങളിൽ 3 സീറ്റ് RSPക്കും 8 സീറ്റ് കോൺഗ്രസിനുമെന്ന് DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. കൊല്ലത്തെ പാർട്ടിയെ സംബന്ധിച്ചോളം അവിടെ UDF-ൽപ്പെട്ട 3 കക്ഷികൾ RSPക്ക് 3 സീറ്റ്, ചവറ, ഇരുവീരം, കുന്നത്തൂർ അവരുടെ കയ്യിലിരിക്കുന്ന 3 സീറ്റ് അത് അവർക്ക് തന്നെ യുക്തമായി ഉപയോഗിക്കാവുന്ന കാഴ്ചപ്പാടാണ് നമ്മുടെ പാർട്ടിക്കും കൊല്ലം ജില്ലാ UDF-നും ഉള്ളത്. അപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അക്കാര്യത്തിൽ വളരെ വ്യക്തമായി അതിൽ തർക്കമുണ്ടാക്കേണ്ട എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ബാക്കി 8 സീറ്റാണ് അവശേഷിക്കുന്നത്. ഈ 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റിനായി മുസ്ലിം ലീഗും പിടിമുറക്കുന്നു. തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. RSPക്ക് വേണ്ടി ഇരവിപുരം വിട്ടുകൊടുക്കേണ്ടെന്നാണ് ലീഗ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഒപ്പം DCCക്ക് വേണ്ടി സത്യശീലൻ പറയേണ്ടെന്ന് ലീഗ് നേതാവ് A. യൂനുസ് കുഞ്ഞ് പീപ്പിൾ TVയോട് പ്രതികരിച്ചു. 1980 മുതൽ തെക്കൻ കേരളത്തിൽ ലീഗ് മത്സരിക്കുന്ന ഇരവിപുരം സീറ്റ് ലീഗിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണെന്നാണ് കൊല്ലത്ത് ചേർന്ന ലീഗ് മണ്ഡലം ഭാരവാഹികളുടെ യോഗത്തിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഒരു നീക്കുപോക്കിനും നേതൃത്വം വഴങ്ങരുതെന്ന് ഭാരവാഹികൾ നേതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. മണ്ഡലം കൊല്ലം ജില്ലയിൽ ഇരവിപുരം നിയോജക മണ്ഡലമാണ് 80 മുതൽ ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട്. ജയിച്ചവർക്ക് സീറ്റ് കൊടുക്കണമെന്ന് കൂടി തീരുമാനിച്ചാൽ ഞങ്ങൾ കൊല്ലം ജില്ലയിൽ മറ്റിടത്ത് തിരിച്ചു ചോദിക്കും. മുമ്പ് ലീഗിന് 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ UDF-ന്റെ ഭാഗത്ത് 3-4 സീറ്റ് ഒഴിവുണ്ട്. അതുകൊണ്ട് ലീഗിന് 2 സീറ്റ് കിട്ടണം കൊല്ലം ജില്ലയിൽ. ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം കൊടുക്കണം എന്ന് തന്നെയാണ് ജില്ലാ ഭരണ കമ്മിറ്റി ഇരവിപുരം നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് എന്നുള്ളത് വ്യക്തമായി ഞാൻ പറഞ്ഞത്. 982 മണ്ഡലത്തെ നമ്മൾ മത്സരിച്ചത് ചടയമംഗലം ഇരവിപുരം. പക്ഷേ ആ ചടയമംഗലത്തിൽ നമ്മൾ 80 കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 2 സീറ്റിലാണ് നമ്മൾ മത്സരിച്ചത്. വെസ്റ്റിലും മത്സരിച്ച് കടത്തിട്ടു. ഈ 2 മണ്ഡലം ഒന്ന് മാറിക്കൊടുത്തപ്പോൾ ആ 2 മണ്ഡലം പോയതുപോലെ ഇനി കൊല്ലത്ത് അങ്ങനെ ഒരു മണ്ഡലം പോകാൻ പാടില്ല. മാത്രമല്ല തെക്കൻ കേരളത്തിൽ 2 സീറ്റ് വേണമെന്ന ആവശ്യവും ലീഗ് ഉന്നയിക്കും. അതേസമയം ഇരവിപുരത്ത് RSP മത്സരിക്കാൻ തീരുമാനിച്ചു. സംസ്ഥാന സെക്രട്ടറി A. ആസിസ് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ജയസാധ്യതയില്ലാത്ത ഏതെങ്കിലും മണ്ഡലം നൽകി ലീഗിനെ ഒതുക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. RSP UDF-ൽ എത്തിയതോടെ കൊല്ലത്ത് ലീഗിനെതിരെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ കാലുവാരിയതും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങളെ ദുർബലപ്പെടുത്താനാണെന്നും ലീഗ് നേതൃത്വം തിരിച്ചറിയുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. എന്നാൽ അതേസമയം ഇരവിപുരം സീറ്റ് വിട്ടു നൽകുന്ന കാര്യത്തിൽ UDF-ൽ ചർച്ച ചെയ്യുമെന്ന് കുഞ്ഞാലിക്കുട്ടി. സീറ്റുകളുമായി ബന്ധപ്പെട്ട കാര്യം UDF ആണ് ചർച്ച ചെയ്യേണ്ടതെന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. ഒരു സ്വന്തം അഭിപ്രായം എടുത്ത് പുറത്ത് പറയുന്നത് ശരിയല്ലല്ലോ. UDF-ൽ അതിൻ്റെ ഗുഡ് സ്പിരിറ്റിൽ ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യും. ഞങ്ങൾ അനാവശ്യമായി തർക്കങ്ങളും ബഹളങ്ങളും ഒന്നും ഉണ്ടാക്കുന്ന പാർട്ടി അല്ലല്ലോ, അറിയാലോ. അപ്പോൾ അതുകൊണ്ട് വളരെ ആരോഗ്യകരമായ ചർച്ചയിലൂടെ ഈ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യും. ഞങ്ങൾ UDF-ൽ വളരെ ആരോഗ്യമായ ചർച്ച നടത്തി തീർക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ലീഗിനുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകുന്ന പതിവ് പരിപാടി പറ്റില്ലെന്ന് ജനതാദൾ U. പുറത്തുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. പതിവായി തോൽക്കുന്ന സീറ്റുകൾ വെച്ചുമാറണമെന്ന് ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ ആവശ്യപ്പെടുമെന്നും വർഗീസ് ജോർജ് പീപ്പിൾ TVയോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ നൽകുന്ന പതിവ് പരിപാടി അംഗീകരിക്കില്ലെന്ന നിലപാട് JDU UDF നേതൃത്വത്തെ അറിയിക്കും. പതിവായി തോൽക്കുന്ന മട്ടന്നൂർ, ഏലത്തൂർ, നേമം തുടങ്ങിയ മണ്ഡലങ്ങൾ വേണ്ട. ഇതിനു പകരം കൊച്ചിയിലോ ആലപ്പുഴയിലോ സീറ്റുകൾ നൽകണമെന്ന് വർഗീസ് ജോർജ് ആവശ്യപ്പെട്ടു. എന്ന് മാത്രമല്ല, ഞങ്ങൾക്ക് കിട്ടിയ 6 സീറ്റുകളിൽ 3 സീറ്റുകൾ തീരെ ജയസാധ്യതയില്ലാത്ത സീറ്റുകളായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ മുന്നണിയിൽ താമസിച്ചു എന്നതുകൊണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ആദ്യം ജയിക്കുന്ന സീറ്റുകളിൽ ചിലതാണ് ഞങ്ങൾക്ക് തന്നത്. 70-80 സീറ്റ് മത്സരിക്കുന്ന ഒരു വലിയ പാർട്ടി തോക്കുന്ന 7-8 സീറ്റ് മത്സരിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ 6 സീറ്റ് മത്സരിച്ചൊരു പാർട്ടി നേരെ പകുതി സീറ്റുകളിൽ വിജയസാധ്യതയില്ലാത്ത സീറ്റുകളിൽ മത്സരിക്കുന്ന ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ വേണം. മുന്നണി വിട്ടുപോയ ഘടകകക്ഷികളുടെ സീറ്റുകൾ ആനുപാതികമായി വീതിക്കണം. കുറച്ച് സീറ്റുകൾ ഇപ്പോൾ UDF-ൽ പുതുതായിട്ട് വന്ന് ചേർന്നിട്ടുണ്ട്. ചില ഘടകകക്ഷികളെ UDF വിട്ടുപോയതുകൊണ്ട് ആ സീറ്റുകൾ ആനുപാതികമായി ഞങ്ങളുടെ പാർട്ടി കൂടി വീതിച്ചു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നുണ്ട്.
നിയമത്തിനു പകരം തിരുവനന്തപുരത്ത് മറ്റൊരു മണ്ഡലം നൽകണമെന്നും JDU ആവശ്യപ്പെട്ടു. ബുധനാഴ്ച ചേരുന്ന UDF യോഗത്തിൽ JDU നിലപാടറിയിക്കും. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന് പിന്നീട് അറിയിക്കാമെന്ന് VS അച്യുതാനന്ദൻ. മത്സരരംഗത്തുണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അച്യുതാനന്ദൻ. തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചാണ് ചൊവ്വാഴ്ച നടക്കുമ്പോൾ അതെല്ലാം പിന്നീട് നിങ്ങളെ അറിയിക്കുന്നതാണ്. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് കർദിനാൾ മാർ ക്ലെമിസ് കതോലിക്ക ബാവ. സംവരണത്തിൽ വാഗ്ദാനം നൽകി ഉമ്മൻചാണ്ടി വഞ്ചിച്ചു. കോർപ്പറേറ്റുകൾക്ക് മുന്നിൽ UDF മുട്ടുമടക്കി. നീതി നിഷേധിക്കപ്പെടുന്നവന്റെ പക്കൽ ഇപ്പോഴും വോട്ടവകാശമുണ്ടെന്ന് മുഖ്യമന്ത്രി ഓർക്കണമെന്നും ക്ലെമിസ് ബാവ പറഞ്ഞു. നെടുമങ്ങാട് വൈദിക ജില്ലാ സഭാസംഗമത്തിൽ സംസാരിക്കുകയാണ് മലങ്കര സഭാധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയസ് ക്ലെമീസ് കാതോലിക്ക ബാവ ക്രിസ്ത്യൻ നാടാർ സംവരണ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും സർക്കാരിനുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയത്. UDF പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത നാടാർ സമുദായ സംവരണം നടപ്പാക്കാതെ സർക്കാർ കടുത്ത വാഗ്ദാന ലംഘനമാണ് നടത്തുന്നതെന്നും മുഖ്യമന്ത്രി നാടാർ സമുദായത്തിലെ സംവരണമില്ലാത്തവരെ വഞ്ചിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടുന്നത്, പ്രിയപ്പെട്ട ഭരണാധികാരികളെ, നിങ്ങൾ എന്തിന്റെ കാരണം പറഞ്ഞാണ് ഈ സംവരണം ഈ പാവപ്പെട്ട ജനതയ്ക്ക് നിഷേധിക്കുന്നത്? അതെന്നെ ബോധ്യപ്പെടുത്തണം. ഈ സർക്കാർ 5 വർഷമായി തുടർച്ചയായി നൽകി വന്നിരുന്ന വാഗ്ദാനം അവസാനത്തെ 5 ദിവസത്തിന് മുൻപ് എന്തുകൊണ്ട് നിഷേധിച്ചു എന്നറിയാൻ നീതി നിഷേധിക്കപ്പെട്ട നാടാർ സമുദായത്തിലെ മക്കൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങൾ ബോധ്യപ്പെടുത്തിയേ മതിയാവൂ. കോർപ്പറേറ്റുകളുടെയും സംഘടിത ശക്തികളുടെയും മുന്നിൽ എല്ലാം മറക്കുന്ന ഉമ്മൻചാണ്ടി പാവങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടെന്ന് മറക്കരുതെന്നും കാതോലിക്ക ബാവ ആഞ്ഞടിച്ചു. ഈ സംവരണമില്ലാത്തവരുടെ വോട്ട് കൂടി നേടി MLA സ്ഥാനത്തിരിക്കുന്ന നമ്മുടെ ജില്ലയിലെ MLA-മാര് കൂടി ശ്രദ്ധിക്കുന്നത് കൊള്ളാം. ഇവരുടെ കയ്യിൽ ഇപ്പോഴും വോട്ടവകാശമുണ്ട്. സംവരണത്തിനായി ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നടപടിയുണ്ടാവണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ട അദ്ദേഹം ഇല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവർ സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും ഓർമ്മിപ്പിച്ചു. നീതി കിട്ടിയില്ലെങ്കിൽ വോട്ടിന്റെ വില യഥാസമയം കാണിച്ചു കൊടുക്കണമെന്ന സഭാവിശ്വാസികളെ ആഹ്വാനം ചെയ്താണ് കാതോലിക്ക ബാവ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മദ്യത്തെ അനുകൂലിക്കുന്നവർക്ക് വോട്ടില്ലെന്ന് ആർച്ച് ബിഷപ്പ് സുസൈപാക്യം. തെരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മദ്യനയം വ്യക്തമാക്കണമെന്നും സുസൈപാക്യം പറഞ്ഞു. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റ സംഭവം ഞെട്ടലുളവാക്കുന്നതെന്ന് പിണറായി വിജയൻ. കർണാടകവുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ വേണ്ടത് ചെയ്യണമെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു. ഇന്നലെയാണ് ബീഫ് കഴിച്ച ശേഷം ക്ഷേത്രത്തിന് സമീപം സമയം ചെലവഴിച്ചു എന്നാരോപിച്ച് 3 മലയാളി വിദ്യാർത്ഥികളെ ബംഗളൂരുവിൽ ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത്. രാജേഷ് പിള്ളയ്ക്ക് മലയാളത്തിൻ്റെ അന്ത്യാഞ്ജലി. രവിപുരത്തെ ശ്മശാനത്തിലായിരുന്നു അന്ത്യകർമ്മങ്ങൾ. മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സിനിമാ സാംസ്കാരിക രംഗത്തു നിന്നുള്ള നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 2005 ചലച്ചിത്ര മേഖലയിലെത്തിയ രാജേഷ് പിള്ള ട്രാഫിക്, മിലി, വേട്ട തുടങ്ങിയ 5 ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു 42-കാരനായ രാജേഷ് പിള്ള മരിച്ചത്. രാജേഷ് പിള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെയും ജങ്ക് ഫുഡിൻ്റെയും ഇരയെന്ന സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ശീതളപാനീയങ്ങളുടെ അമിത ഉപയോഗമാണ് രാജേഷിനെ കരൾ രോഗത്തിന് അടിമയാക്കിയതെന്നും ദിവസം 30 കുപ്പി വരെ കുടിച്ച സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സുഹൃത്ത് പറയുന്നു. മദ്യപാനമോ പുകവലിയോ തുടങ്ങിയ ദുശീലങ്ങളൊന്നുമില്ലാത്ത രാജേഷ് പിള്ളയുടെ അകാല വിയോഗത്തിന് കാരണം കരൾ രോഗമായിരുന്നുവെന്നത് ചലച്ചിത്ര ലോകത്തെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചിരുന്നു. ഇതിനിടെയാണ് ഒരു ബഹുരാഷ്ട്ര കമ്പനിയുടെ സോഫ്റ്റ് ഡ്രിങ്ക് ഉപയോഗമാണ് രാജേഷിനെ കരൾ രോഗത്തിന് അടിമയാക്കിയത് എന്ന വിശദീകരണവുമായി സുബ്രഹ്മണ്യൻ സുകുമാരൻ എന്ന സുഹൃത്ത് ഫേസ്ബുക്ക് വഴി രംഗത്തെത്തിയത്. രാജേഷ് മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്തതായി ആരും തന്നെ പറഞ്ഞു കേട്ടിട്ടില്ല. രോഗം കുറച്ചൊന്ന് മാറി നിൽക്കാൻ തുടങ്ങിയ സമയത്ത് രോഗിയാവാൻ ഇടയാക്കിയ കാരണങ്ങളെക്കുറിച്ച് രാജേഷ് ചിലത് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിന് പുറത്തു കഴിഞ്ഞ സമയത്ത് നിർമ്മാതാവ് ഒരുക്കിക്കൊടുത്ത താമസ സ്ഥലത്തിനടുത്ത് ആകെയുണ്ടായിരുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ ഭക്ഷണശാല മാത്രമായിരുന്നു. ശരീരപ്രകൃതി അതായതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ വലിയ ഉപേക്ഷയൊന്നും കാണിച്ചതുമില്ല. ഒരു ദിവസം 30 കുപ്പി വരെ സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ ഉപയോഗിച്ചിരുന്നു. പിന്നീട് രോഗനിർണയം ചെയ്ത ഡോക്ടർമാർ രോഗകാരണമായി കണ്ടെത്തിയതും ഈ ഭക്ഷണ രീതി തന്നെയായിരുന്നു. കരൾ രോഗങ്ങളുടെ പ്രധാന വില്ലൻ മദ്യമാണെന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ കരളിന്റെ ആരോഗ്യം തകർക്കാൻ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും കാർബണേറ്റഡ് പാനീയങ്ങളും ഒട്ടും പിന്നിലല്ല.
മറ്റു പോഷകങ്ങളൊന്നുമില്ലാതെ MD കാലറികൾ മാത്രമാണ് മിക്ക സോഫ്റ്റ് ഡ്രിങ്ക്സിലുമുള്ളത്. ഇത് കൊഴുപ്പായി കരളിൽ അടിഞ്ഞുകൂടുകയും ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ശരിയായ മരുന്നോ ഭക്ഷണശീലമോ പാലിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസ് പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് ഇത് വഴിമാറുന്നു. ഇൻസുലിൻ പ്രതിരോധം കൂടുകയും പ്രമേഹത്തിനും അമിതവണ്ണത്തിനും ഇത് കാരണമാവുകയും ചെയ്യുന്നു. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗം മൂലം നിരവധി രോഗങ്ങളും മരണങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത് ശ്രദ്ധിക്കപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നിശബ്ദനായ കൊലയാളിയായി മറഞ്ഞിരിക്കുന്നു. ഏതായാലും പ്രതിഭാധനനായ ഈ യുവ സംവിധായകനെ മരണം വെറുതെ കവർന്നെടുക്കുകയായിരുന്നില്ല. സോഫ്റ്റ് ഡ്രിങ്ക്സുകളും ജങ്ക് ഫുഡ്സുകളും ചേർന്ന് വേട്ടയാടുകയായിരുന്നുവെന്ന് പറയാം. ന്യൂസ് ഡെസ്ക്. ദില്ലിയിൽ ടോൾ പ്ലാസയിൽ വൻ കവർച്ച. മോഷ്ടാക്കൾ 2.5 കോടി രൂപ കവർന്നു. കവർച്ചയ്ക്കിടെയുണ്ടായ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. NDA സർക്കാരിന്റെ രണ്ടാമത്തെ പൂർണ്ണ ബജറ്റ് നാളെ 11 മണിയോടെ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി ലോക്സഭയിൽ അവതരിപ്പിക്കും. സ്വകാര്യവൽക്കരണത്തിന് ബജറ്റിൽ ഊന്നൽ നൽകും. 1 കോടി വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 7ാം ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ച 23.5% ശമ്പള വർധനവ്, 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കണ്ടെത്തേണ്ട അധിക വരുമാനം, പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച കർഷകർക്കുള്ള വിള ഇൻഷുറൻസ് പദ്ധതി എന്നിവയ്ക്ക് വേണ്ട അധിക വിഭവ സമാഹരണമാണ് ഈ ബഡ്ജറ്റിൽ ധനമന്ത്രാലയം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. 1.25 ലക്ഷം കോടി രൂപയുടെ അധിക ഭാരം നിലവിലുണ്ടെന്ന് മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. പക്ഷേ ആഗോള വിപണിയിലെ എണ്ണവിലയിടിവ് അരുൺ ജെയ്റ്റ്ലിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനമടക്കമുള്ള എല്ലാ മേഖലകളിലും സ്വകാര്യവൽക്കരണത്തിലുള്ള സൗകര്യം ആദ്യത്തെ ഇടക്കാല ബഡ്ജറ്റ് മുതൽ ജെയ്റ്റ്ലി ആരംഭിച്ചതാണ്. ഇതിനു മുന്നോടിയായാണ് 30% കോർപ്പറേറ്റ് നികുതി 5% കുറച്ച് 25% കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത്. അത് വീണ്ടും കുറയ്ക്കുന്ന പ്രഖ്യാപനം ഇത്തവണത്തെ ബഡ്ജറ്റിലും ജെയ്റ്റ്ലി ഉൾപ്പെടുത്തും. വിദേശ നിക്ഷേപം ആകർഷിക്കാൻ ശ്രമങ്ങൾ തുടരും. നികുതി മേഖലയിലെ നിയമപരിഷ്കരണമാണ് പ്രധാന ലക്ഷ്യം. ആദായ നികുതി പരിധി ഉയർത്തില്ല. മോദി പദ്ധതികളായ മേക്ക് ഇൻ ഇന്ത്യ, സ്വച്ഛ് ഭാരത്, ഗംഗാ ശുചീകരണ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടുതൽ കേന്ദ്ര സഹായമുണ്ടാകും. സബ്സിഡി ഗ്യാസുകളുടെ എണ്ണം കുറയ്ക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനമന്ത്രാലയം പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ ഗ്യാസ് സബ്സിഡിയുടെ എണ്ണം 9 കുറയ്ക്കണമെന്നാണ് നിർദ്ദേശിച്ചത്. ഇത് ബഡ്ജറ്റ് അംഗീകരിച്ചാൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് വൻ തിരിച്ചടിയാകും. റബ്ബർ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം ഇത്തവണയും പരിഗണിക്കില്ല. പൊതുമേഖലാ ബാങ്കുകളിൽ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കിയ കിട്ടാക്കടം വൻ സാമ്പത്തിക ഭാരമുണ്ടാക്കുന്നതായി റിസർവ് ബാങ്ക് ഗവർണർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ അരുൺ ജെയ്റ്റ്ലി ബഡ്ജറ്റിൽ എന്തു പരാമർശം നടത്തും എന്നതും നിർണായകം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കനയ്യകുമാറിന്റെ മൊഴി പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പോലീസുകാരെ സാധാരണക്കാർക്കെതിരെ അഴിച്ചുവിടുന്നതിന്റെ തെളിവാണ് കനയ്യയുടെ മൊഴിയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. അതേസമയം JNU വിഷയത്തിൽ പ്രതികരിച്ച സീതാറാം യെച്ചൂരിക്ക് ലഭിച്ച വധഭീഷണിയെക്കുറിച്ച് ദില്ലി DCP നേരിട്ട് അന്വേഷിക്കും. ഇതിനിടയിൽ തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് JNU കേസ് കൈമാറി. കൈരളി TV കഴിഞ്ഞ ദിവസമാണ് കനയ്യകുമാറിന്റെ മൊഴി പുറത്തുവിട്ടത്. പട്യാല കോടതിയിൽ പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കെ ആക്രമണം ഏൽക്കേണ്ടി വന്നുവെന്ന് സുപ്രീം കോടതി നിയോഗിച്ച അഭിഭാഷക സംഘത്തോട് കനയ്യകുമാർ പറയുന്നു. तैयारी में बैठे हुए थे कि जिन्हें आएगा अटैक करें, क्योंकि जो लोग पीट रहे थे ना, उसमें से कुछ लोग और लोगों को बुला रहे थे। अच्छा, आ गया इस तरीके से, और पूरे रास्ते में गाड़ियां गिर गई, कभी मैं गाड़ी पे गिर गया, और वो जो जहाँ से जब हम कोर्ट एंट्री करते हैं वो जो मशीन होता है, उसके दौरान जब धक्का दे करके मुझे अंदर किया जाता, मेरा पैंट खुल गया। उसके बाद मेरे टी-शर्ट, मेरे चप्पल खुल गए, मेरे पैर में इंजरी हुई, मेरे पेट में लात से, घुस्से से, एक आदमी से छूट रहा हूँ, दूसरा आदमी. സാധാരണക്കാർക്കെതിരെ പോലീസിനെ അഴിച്ചുവിടുന്നതിന്റെ തെളിവാണ് കനയ്യയുടെ പുറത്തുവന്ന മൊഴിയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് ജനാധിപത്യത്തിന് നേരെയായിരുന്നു ആക്രമണമെങ്കിൽ ഇപ്പോൾ മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമെതിരെയാണ് ആക്രമണം നടക്കുന്നതെന്ന് യെച്ചൂരി പറഞ്ഞു. ദില്ലിക്ക് പുറത്തേക്ക് JNU കേസിന്റെ വിചാരണ മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ പ്രദേശങ്ങളിൽ വിചാരണ നടന്നാൽ നീതി ലഭിക്കില്ല. ആം ആദ്മിയും ദില്ലി പോലീസിനെതിരെ രംഗത്തെത്തി. ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിലായ ദില്ലി പോലീസ് JNU കേസ് തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് കൈമാറി. അതേസമയം JNU ഹൈദരാബാദ് സർവകലാശാല വിഷയങ്ങളിൽ പ്രതികരിച്ചതിന്റെ പേരിൽ സീതാറാം യെച്ചൂരിക്ക് വധഭീഷണി ലഭിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ദില്ലി DCP നേരിട്ട് മൊഴി രേഖപ്പെടുത്തി അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചലച്ചിത്രങ്ങളിലെയും ഡോക്യുമെൻ്ററികളുടെയും ശബ്ദമിശ്രണത്തിനുള്ള പ്രശസ്തമായ ഗോൾഡൻ റീൽ പുരസ്കാരം റസൂൽ പൂക്കുട്ടിക്ക്.
ഇന്ത്യാസ് ഡോട്ടർ എന്ന ഡോക്യുമെന്ററിക്കാണ് പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് റസൂൽ പൂക്കുട്ടി. 2012 ഡിസംബർ 16 ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടെ ജീവിതമാണ് ഇന്ത്യാസ് ഡോട്ടർ എന്ന ഡോക്യുമെന്ററി. മുഖ്യമന്ത്രി സഞ്ചരിച്ച കാർ കോട്ടയത്ത് അപകടത്തിൽപ്പെട്ടു. ഗൺമാന് പരിക്കേറ്റു. കൊച്ചിയിൽ നിന്നും കോട്ടയത്തേക്കുള്ള യാത്രാമധ്യേ പുലർച്ചെയായിരുന്നു സംഭവം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഞ്ചരിച്ചിരുന്ന വാഹനം പുലർച്ചെ 2:30 ഏറ്റുമാനൂരിന് സമീപം കാണക്കാരിയിലാണ് അപകടത്തിൽപ്പെട്ടത്. കാർ റോഡിൽ നിന്നും തന്നെ ഓടയിലെ കോൺക്രീറ്റ് സ്ലാബിൽ ഇടിച്ചു കയറുകയായിരുന്നു. ടയർ പൊട്ടി നിയന്ത്രണം വിട്ട കാർ മതിലിൽ ഉരഞ്ഞിട്ടുണ്ട്. ഇടതുഭാഗത്തെ ചില്ല് തകർന്നു വീണാണ് ഗൺമാൻ അശോകന്റെ കൈക്ക് പരിക്കേറ്റത്. ഉറക്കത്തിലായിരുന്ന മുഖ്യമന്ത്രിക്ക് പരിക്കില്ല. രാഷ്ട്രപതിയെ യാത്ര അയച്ച ശേഷം ഇന്നലത്തെ പരിപാടികളെല്ലാം തീർത്ത് തിരിച്ചു വരുന്ന ഇതായിരുന്നു. അപ്പോൾ എല്ലാ പരിപാടിയും തീർക്കാനിരുന്നുകൊണ്ട് കുറേ അധികം വൈകി. പക്ഷേ ഞാൻ ബെൽറ്റ് ഇട്ടിരുന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നും പറ്റിയില്ല. സ്കിഡ് ചെയ്തതാണ്. ഏറ്റുമാനൂരിന് അപ്പുറത്ത് വെച്ചായിരുന്നു. ഏതായാലും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. അപകടശേഷം എസ്കോർട്ട് വാഹനത്തിൽ നാട്ടകം ഗസ്റ്റ് ഹൌസിലെത്തിയ മുഖ്യമന്ത്രിയെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർ സംഘം ഗസ്റ്റ് ഹൌസിലെത്തി പരിശോധിച്ചു. പിന്നീട് സ്വകാര്യ വാഹനത്തിലാണ് മുഖ്യമന്ത്രി പുതുപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടി പാലക്കാട് കടപ്പാറയിലെ ആദിവാസി കുടുംബങ്ങൾ. കൃഷിക്ക് ഭൂമിക്ക് വേണ്ടി 1 മാസത്തിലധികമായി കുടിൽക്കെട്ടി സമരം നടത്തുന്ന കുടുംബങ്ങളാണ് സർക്കാർ അനുവദിച്ച വീടുകളിൽ ദുരിത ജീവിതം നയിക്കുന്നത്. വീട്ടിലൊക്കെ താമസിക്കുന്ന സൗകര്യം നനയും ഒക്കെ കിടക്ക തന്നെ. വെള്ളവുമില്ല, പുറത്തേക്ക് പോകാനൊരു സൗകര്യമില്ല, മക്കളെ പഠിപ്പിക്കാനൊരു വഴിയില്ല, ചത്ത കുഴിച്ചിടാനൊരു മണ്ണില്ല. ഞങ്ങൾ പാറ പുഴക്കിയിട്ടാണ് എൻ്റെ ഭർത്താവൊക്കെ മരിച്ചിട്ട് ഞങ്ങൾ അടക്കിയത്. കടപ്പാറ ആദിവാസി കോളനിയിലെ ലക്ഷ്മിയുടെ വാക്കുകളിൽ നിന്ന് ഇവരുടെ ജീവിത പ്രയാസം വ്യക്തമാണ്. കുടിവെള്ളമോ കക്കൂ സൗകര്യമോ ഇല്ലാതെയാണ് 18 വീടുകളിലായി 22 കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നത്. പാറയ്ക്ക് മുകളിലാണ് എല്ലാ വീടുകളും. ശവമടക്കാൻ പോലും സൗകര്യമില്ല. വേനൽക്കാലത്ത് കുട്ടികളുമായി ഇവിടെ താമസിക്കുക വലിയ പ്രയാസമാണെന്ന് ഊരുമൂപ്പൻ വേലായുധൻ പറഞ്ഞു. അവിടെ കിടക്കാൻ യാതൊരു കാരണവശാലും പറ്റില്ല. പാറ ചൂടായാലും ഇപ്പോൾ ഇരിക്കുന്ന പെരയും ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടന്ന് തീൻ്റെ അടുത്ത് പോയി കിടക്കും വരെയാണ്. ഒരുപാട് ദാഹം സഹിച്ചു. കക്കൂസില്ല, നേരാന്മാർക്കൊരു കുടിവെള്ളമില്ല. ഒരുപാട് അപേക്ഷകൾ കൊടുത്താൽ ഞങ്ങൾ ഒന്നും പരിഗണിച്ചില്ല. ഭൂമിക്കായി മൂർത്തിക്കുന്നിൽ വനം കയ്യേറി കുടിൽകെട്ടിയുള്ള സമരം പുരോഗമിക്കവേ റവന്യൂ വകുപ്പ് വനഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞു. 14.67 ഏക്കർ വനഭൂമിയുണ്ടെന്നാണ് റിപ്പോർട്ട്. വനാവകാശ നിയമപ്രകാരം ഭൂമി നൽകുമെന്ന് നിയമസഭയിൽ വിഷയം അവതരിപ്പിച്ച സ്ഥലം MLA എം ചന്ദ്രന് മന്ത്രി PK ജയലക്ഷ്മി മറുപടി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പരസ്യരംഗത്തേക്ക് യുവപ്രതിഭകളെ ആകർഷിക്കാനായി കേരള അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊച്ചിയിൽ നടന്ന ക്യാമ്പിൽ 118 പേരാണ് പങ്കെടുത്തത്. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിൽ പരസ്യങ്ങൾ തയ്യാറാക്കുന്ന മത്സരവും ക്യാമ്പിൽ നടന്നു. വിജയികൾക്ക് പ്രമുഖ വ്യവസായി ബീന കണ്ണൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. K3A ഭാരവാഹികളായ സുന്ദർ കുമാർ, രാജു മേനോൻ, ജോസഫ് ചാവറ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി.